മക്കളെ എത്രയായി? പതുക്കെ പതുക്കെ മോനെ, പതുക്കെ. ടാക്സിയിലാണ് വന്നേ? ട്രെയിനിൽ വന്നു, അവിടെ ടാക്സി പിടിച്ചു പോകുന്നു. കാറിൽ പോരാമെന്നാ വിചാരിച്ചത്, പക്ഷേ ലോങ് ജേണിക്ക് ട്രെയിൻ മതിയെന്ന് ഇവിടത്തെ നിർബന്ധം. കാറിൽ അധിക ദൂരം യാത്ര ചെയ്താൽ ഞാൻ ഛർദിക്കും. ആ മോനെ, ഞങ്ങൾ രാജുവിന്റെ അവിടെ കേറിയിട്ടാ വരുന്നത്. കണ്ടോ കണ്ടോ, അത് പറഞ്ഞപ്പോ അവന്റെ മോഹം ഒന്ന് വാടിയത്. എന്റെ മോനെ, യാത്രക്കിടയിൽ ആദ്യം ടച്ച് ചെയ്യാൻ അവിടെ ആർന്ന് സൗകര്യം അതല്ലേ? എവിടെ ആദ്യം പോയാലും ഉണ്ണിയും രാജുവും ഒരുപോലെയാണെന്ന് അവൻ അറിഞ്ഞൂടെ? ആ മോനെ, രോഹിണിക്കുട്ടി എവിടെ? ഹായ്, എന്താ മോളെ ഒറ്റയ്ക്ക് ഇവിടെ മുഷിഞ്ഞിരിക്കുന്നേ? ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നി, അത്ര തന്നെ. പിന്നെ എന്തൊക്കെ വിശേഷം വല്ലതും ഉണ്ടോ? ഇല്ല, ഉള്ളപ്പോൾ അറിയിക്കാം. തൽക്കാലം എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. മീൻകറി ഇരിപ്പില്ല ഇവിടെ? ഇല്ല. മുത്തച്ഛന് മീൻകറി ഇല്ലാണ്ട് ഊണ് ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? പിന്നെന്താ മീൻ വാങ്ങാഞ്ഞേ? ഞാൻ മീൻ വാങ്ങാഞ്ഞ എന്താന്നാ ചോദിച്ചേ? കൊച്ചമ്മ പറഞ്ഞു മീൻ വാങ്ങണ്ടെന്നു. കൊച്ചമ്മ പറഞ്ഞു? എന്താ രോഹിണി ഇത്? നിങ്ങൾ എന്തിനാ ആ പാവത്തിനോട് കിടന്ന് ചാടുന്നത്? നീ അകത്തേക്ക് വയ്ക്കോ. ഇവിടുത്തെ സർവന്റ് ആകുമ്പോൾ ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും. അതിന് മീൻ വാങ്ങണ്ടെന്ന് പറയേണ്ട കാര്യം എന്താ? എനിക്ക് മീൻ ഇഷ്ടമല്ല, അത്ര തന്നെ. രോഹിണിക്ക് ഇഷ്ടമില്ല, കൂട്ടണ്ട. ഞാൻ മുത്തച്ഛന് വേണ്ടിയാ പറഞ്ഞേ. ഒരു നേരം ഇപ്പൊ മീൻ കൂട്ടിയില്ലാന്ന് വെച്ച് സാരമില്ല ഉണ്ണി. എന്നാലും അത് ശരിയല്ല മുത്തച്ഛ. എനിക്ക് ഇഷ്ടമുള്ളത് ഇവിടെ വാങ്ങാൻ പറ്റൂ. മുത്തച്ഛനായാലും അച്ഛനായാലും അമ്മയായാലും ശരി. പിന്നൊരു കാര്യം, ഇവരുടെ മുന്നിൽ വെച്ച് ആളാകാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ മുത്തച്ഛന്റെയും ആൾക്കാരുടെയും ഇഷ്ടം നോക്കി ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. സംസാരിക്കുന്നത് ആരോടാണെന്നും ആരുടെ മുമ്പിൽ വെച്ചാണെന്ന് ഓർമ്മ വേണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇനി എന്റെ നേർക്ക് കൈ ഉയർത്തിയാലുണ്ടല്ലോ, ഉയർത്തിയാൽ തിരിച്ചടിച്ചെന്ന് വരും. ഉണ്ണി, എന്താ ഇത്? അവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ ഉണ്ണി. ഉണ്ണി, നീ എന്താ ഇങ്ങനെ? നിങ്ങൾക്ക് അറിഞ്ഞൂടാ ഞാൻ എത്ര കാലം ഇത് സഹിക്കണം. എല്ലാത്തിനും ഇല്ല ഒരു അതിർത്തിയൊക്കെ. നമ്മൾ ഇങ്ങോട്ട് വന്നതേ അവസ്ഥായി എന്നൊരു തോന്നല്. നമ്മളിവിടെ നിന്നാൽ ഇനിയും ശരിയാ. കോന്നുകുട്ടിയെ, 3 മണിക്ക് ട്രെയിനില്ലേ? അതിന് പോയാലേ? വന്ന് കയറിയല്ലേ ഉള്ളൂ, അതിനു മുമ്പ് പോകാൻ തുടങ്ങിയാലോ? അവിടെ ചെന്നിട്ട് ഒരുപാട് ജോലിയുണ്ട് മോനെ, അതാ. ഞങ്ങൾ ഇനിയും വരാമല്ലോ. എന്താ ഞാൻ കൊണ്ടുവിടാം സ്റ്റേഷനിൽ. ആ, നിങ്ങളുടെ മുത്തച്ഛന്റെയും ആൾക്കാരുടെയും ഇഷ്ടം നോക്കി ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഇനി എന്റെ നേർക്ക് കൈ ഉയർത്തിയാലുണ്ടല്ലോ, ഉയർത്തിയാൽ തിരിച്ചടിച്ചെന്ന് വരും.
അല്ല ഡോക്ടറെ, മുറിവ് പറ്റിയ ഞങ്ങൾക്കാണ്. ഞങ്ങളും 3 പേരും ദേ എഴുന്നേറ്റ് നിൽക്കുന്നു. ഉണ്ണിക്കൊന്നും പറ്റിയില്ലല്ലോ, പിന്നെന്താ ഓർമ്മ തെളിയാത്തത്? ഈ പുറമേ കാണുന്ന മുറിവുകളുണ്ടല്ലോ, അത് വലിയ കുഴപ്പമില്ല, കാണുന്നത്തോളം ഉണ്ടാവും. അതുപോട്ടെ, ഉണ്ണിക്കെങ്ങനെ മുമ്പ് നെഞ്ചുവേദനയോ തലറക്കമോ വല്ലതും ഉണ്ടാവാറുണ്ടോ? കുട്ടികളുടെ പ്രകൃതമാണ് ഉണ്ണിയുടെ. മനസ്സിന് എന്തെങ്കിലും നിസാരമായി ഉലച്ചിട്ട് തട്ടിയാൽ മതി, അപ്പൊ കിടപ്പാവും. ഉണ്ണിയെ നെഞ്ചുവേദനയായി, പനിയായി, തലച്ചുറ്റിലായി. ഞാൻ അല്പം കഷായം കൊടുക്കും, അതങ്ങ് മാറുകയും ചെയ്യും. ഒരു 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 മനസ്സുറപ്പില്ലാഞ്ഞിട്ടാ. എന്താ ഡോക്ടർ? ഏതായാലും വിശദമായ പരിശോധന ആവശ്യമാണ്. ഡോക്ടർ, പ്രത്യേകിച്ച് എന്തെങ്കിലും? എക്സാമിനേഷൻ കഴിയട്ടെ, എന്നിട്ട് പറയാം. ദുരന്തങ്ങൾ വന്നു വീഴുന്നത് ഓർക്കാപ്പുറത്താണ്. അല്ലെങ്കിൽ ഉണ്ണിക്ക് ഇത്ര ചെറുപ്പത്തിലെ വിധി എന്ന് മാത്രമേ പറയാനാവൂ. ഡോക്ടർ, എന്താണ് ഡോക്ടർ? പറയാൻ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ പറഞ്ഞില്ലേ പറ്റൂ. ഉണ്ണിയുടെ ഹാർട്ടിന് സാരമായ കുഴപ്പമുണ്ട്. കുഴപ്പമെന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസിന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന സ്റ്റേജിനും അപ്പുറത്താണ്. രോഗം എന്താണെന്നല്ലേ? എ വെരി സീരിയസ് കേസ് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസോർഡർ. വളരെ പഴകിപ്പോയി. ഇനി ഓപ്പറേഷൻ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഡോക്ടർ, നമുക്ക് എവിടെ വേണമെങ്കിലും കുളം ചികിത്സിപ്പിക്കാം, എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. പണം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എല്ലാം എത്ര എളുപ്പമായിരുന്നു. മരണം ഏത് നിമിഷം സംഭവിക്കാം. ഓരോ നിമിഷവും അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും ഏതാനും മാസങ്ങൾ കൂടി ഉണ്ണി ജീവിച്ചെന്ന് വരും. നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. എങ്കിലും ഒരു കാരണവശാലും ഉണ്ണിയുടെ മനസ്സിന് ഒരു ഷോക്ക് നിൽക്കാതെ, ഒരു പ്രയാസം ഉണ്ടാകാതെ നോക്കണം. ഒരു ചെറിയ ഞടുക്കം മതി എല്ലാം അവസാനിക്കാൻ. ഉണ്ണിയുടെ അവസാന നിമിഷങ്ങൾ കഴിയുന്നത്ര സന്തോഷകരമാക്കണം. ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങൾ കഴിയുന്നതും കൂട്ടാൻ നോക്കണം. അതേ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ അത്രയെങ്കിലും നമുക്ക് കഴിയണം. ഡോക്ടർ, ഉണ്ണിയുടെ ഭാര്യ കുറച്ചൊക്കെ എനിക്കും അറിയാം. പക്ഷേ നമുക്ക് എന്തെങ്കിലും മാർഗം കണ്ടേ പറ്റൂ. അസുഖത്തിന്റെ വിവരം ഉണ്ണിയോട് നേരിട്ട് പറഞ്ഞാൽ ആ ഷോക്ക് മതി എല്ലാം അപകടത്തിലാവാൻ.
പക്ഷേ മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെ ചികിത്സിക്കും? അറ്റ്ലീസ്റ്റ് മരുന്നുകളും ഇഞ്ചക്ഷനും കൂടിയല്ലേ തീരൂ.